ഓരോ കുടുംബം തകരാനും ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എല്ലാം വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ അയൽവക്കക്കാർക്കോ ഒന്നും അറിയാൻ കഴിയില്ല. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യമായിട്ട് അവർ വയ്ക്കും. ഒരാൾക്കത് പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് മാനക്കേടാണ്. അതുകൊണ്ട് ഭാര്യ പറയില്ല, ഭർത്താവ് വിട്ടത് പറയൂല. അങ്ങനെ പല ബന്ധങ്ങളും ഇവിടെ വഴിയാധാരാവുന്നുണ്ട്. അതിലത്തെ ഒരു ബന്ധത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഇവർ ഭാര്യയും ഭർത്താവും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നവരാണ്. എന്താ സ്നേഹം! ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു, ഐസ്ക്രീം തിന്നുന്നു, മ്യൂസിയം കാണാൻ പോകുന്നു, രണ്ടുപേരും ഇണക്കിളികളെ പോലെ പാറി പാറി നടക്കുന്നു. രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നമില്ല. എല്ലാ കാര്യം കൊണ്ടും വളരെ ഹാപ്പിയായ കപ്പിൾസ്. അവർക്കിടയിൽ എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ നോക്കുന്നത്. 10 കൊല്ലമായി ഇവരെ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് കുട്ടികളില്ല. ഇവർ രണ്ടുപേരും കുട്ടികളില്ലാത്തത് എന്താണെന്ന് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ജോലി സംബന്ധമായുള്ള കാര്യങ്ങളായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് വന്നിട്ട് താമസിക്കുന്നത്, വാടകയ്ക്ക് വീടെടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ളവരാണ്. അപ്പോൾ വീട്ടുകാർ ചോദിക്കും, എന്താ കുട്ടികളുണ്ടാവാത്തേ, എന്താ നിങ്ങളൊരു ഡോക്ടറെ കാണാത്തേ? അപ്പോൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങളൊന്ന് സെറ്റിലാവട്ടെ രണ്ടുപേരും. ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത് ആടിപ്പാടി നാട്ടുകാർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ളൊരു കപ്പിൾസായിട്ട് ജീവിക്കട്ടെ. എന്നിട്ട് കുട്ടീനെ പറ്റി ആലോചിക്കാം. കുട്ടി വന്നു കഴിഞ്ഞാൽ ജോലിയുടെ പ്രശ്നം, അതുപോലെ തന്നെ വയറും വീർപ്പിച്ച് നടക്കണം, ആ ഗർഭകാലത്തെ കാശുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടികളെ തൽക്കാലം വേണ്ടാന്ന് വെച്ചു എന്നാണ് വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ പറയണത്. അങ്ങനെ ഇവൾക്ക് ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു കൂട്ടുകാരുണ്ടാവും അടുത്ത്. ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി, ഓഫീസിലെ ഇവളെ പോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഭക്ഷണം കഴിക്കുന്ന നേരത്ത് സംസാരിക്കും. അപ്പോൾ നീ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് കുട്ടികളുണ്ടാവാത്തതെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നീ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. സമയമായിട്ടില്ല എന്നാണ് പറയാറ്. ഇന്ന് നീ എന്തെങ്കിലും ഒന്ന് അതിനെ പറ്റിയുള്ള നിൻ്റെ മനസ്സിലെന്തോ ഒരു കിടന്ന് വിങ്ങി പൊട്ടുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ നിനക്കൊരു ആശ്വാസം കിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവൾ കുറേ നേരം ആലോചിച്ചു. ശരി, അത് നിന്നോട് പറയണമെന്ന് ഞാൻ പല പ്രാവശ്യമായി ആലോചിക്കുന്നത്. പക്ഷേ നീ ഇപ്പോൾ വീണ്ടും ചോദിക്കുന്ന കാരണം ഞാൻ പറയുന്നു. ഞങ്ങൾ നല്ല കപ്പിൾസാണ്, ഞങ്ങൾ നല്ല എൻജോയ് ചെയ്താൽ ജീവിക്കുന്നത്. ഞങ്ങൾ വളരെയധികം പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്നു, ടൂറ് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, എല്ലാം ഉണ്ട്. എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾ ബെഡ്റൂമിൽ കട്ടിലിന് ആ തലക്കിൽ ഈ തലക്കിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവും? രണ്ടുപേരും കൂടി ഒരുമിച്ച് കയറി കിടന്നാലല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ കുട്ടികളുണ്ടാവുള്ളൂ. കുട്ടികൾ ഈ ആകാശത്തു നിന്ന് ആരും ഇട്ട് കൊടുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫിസിക്കലായിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാണ് പ്രശ്നം? കൂട്ടുകാർ ചോദിച്ചാൽ ആർക്കാണ് പ്രശ്നം? നിനക്കാണോ പ്രശ്നം? നിനക്ക് ഈ ഇതിൽ താല്പര്യമില്ലാണ്ടാണോ? അതോ ഭർത്താവിന് താല്പര്യമുണ്ട്? എനിക്ക് നല്ല താല്പര്യമാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം ആളെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ആ 10 പ്രാവശ്യം ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ഇങ്ങോട്ട് വരികയല്ല ഉണ്ടായത്. അപ്പോൾ കൂട്ടുകാരി ചെറിച്ചു. അപ്പോൾ എന്താ നിങ്ങളുടെ ഫിസിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പരിഹരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം തകർന്നു പോകും. അങ്ങനെ നിൽക്കുമ്പോഴേക്കുണ്ട് ഹസ്ബൻഡ് ഫോൺ വന്നു. ദേ കണ്ട പറഞ്ഞില്ല 100 ആയുസ് ആൾ വിളിക്കണേ എന്ന് പറയും. ആ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞു. അതിന് ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ നീ ഇന്നൊരു ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോവാ, എനിക്ക് നിന്നോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു, നമുക്ക് കോഫി ഹൗസിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ഇരിക്കാറുള്ള സ്ഥലത്ത് പോകാം. അവിടെ നിന്ന് ഇരുന്നാൽ ശരിയാവില്ല, നീ വീട്ടിലേക്ക് വാ, വീട്ടിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, സമ്മതിച്ചു. ഞാനിപ്പോൾ ഊണ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങായി എന്ന് പറഞ്ഞു. അങ്ങനെ ഊണ് കഴിഞ്ഞ് കൂട്ടുകാരോടും യാത്ര പറഞ്ഞ് അവൾ ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ ഹാജരാണ്. ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ മുഖത്ത് ഭയങ്കര വിഷാദമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് നിൻ്റേതായുള്ള കാര്യങ്ങൾ എന്താണെങ്കിൽ എന്നോട് പറയാം എന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ദാമ്പത്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനത് തീരുമാനിച്ചുറച്ചു. നമുക്ക് 2 പേർക്കും പിരിയാം. നമുക്ക് 2 പേർക്കും മ്യൂച്വലായിട്ട് ഡൈവോഴ്സ് ചെയ്യാം. നിങ്ങളെന്തേ പറയണത്? ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ സമാധാനം പറയാം?
അതല്ല, ഞാനിത് വളരെ കാലം ആലോചിച്ചിട്ട്, നമ്മൾ 10 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഈ 10 കൊല്ലത്തിലെ 8 കൊല്ലം ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ എന്താ കാരണം? ഇതിനൊരു എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായില്ല. നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താണ്. നീ എന്ത് തെറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല എന്ന് ഭാര്യ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് ഈ 10 കൊല്ലമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ സ്ത്രീകളായിട്ട്? അതൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോഴാണ് മൂപ്പര് പ്രശ്നം പറയണത്. എന്താണ് അദ്ദേഹം ഭാര്യയോട് പറയണത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഈ നമ്മുടെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ജീവിത പങ്കാളി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആണുങ്ങളായിട്ട് പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പരിപാടിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മോചനം എനിക്കും കിട്ടും അവനും കിട്ടുമെന്ന് വിചാരിച്ചു. അവനും മാരേജ് കഴിച്ച ആളാണ്, കിട്ടും എന്ന് വിചാരിച്ചിട്ട് 2 പേരും കല്യാണം കഴിച്ചു. പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ കുടുംബജീവിതം, അവൻ്റെയും കുടുംബജീവിതം താറുമാറായി, എൻ്റെയും കുടുംബജീവിതം താറുമാറായി. ഒരു കാരണവശാലും എനിക്ക് നിന്നോട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എനിക്ക് നിന്നെ കാണുമ്പോൾ, നിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എനിക്ക് വികാരങ്ങൾ വരുന്നില്ല. എൻ്റെ ചിന്തകൾ മുഴുവൻ എൻ്റെ ആ കൂട്ടുകാരൻ്റെ അടുത്താണ് എൻ്റെ ചിന്തകൾ മുഴുവൻ. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ ആ ഭാര്യയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല. അവൻ എൻ്റെ ചിന്തകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ബന്ധപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ഡൈവോഴ്സ് ആവാമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങോട്ട് പൊട്ടി തെറിച്ചു. നിങ്ങളെന്ത് അനാവശ്യം പറയുന്നത്? നിങ്ങളിങ്ങനെ ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വവർഗരതിയാണ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചു? എൻ്റെ 10 കൊല്ലം നിങ്ങൾ എന്തിനാ എന്നെ വേസ്റ്റാക്കി? എനിക്ക് എത്ര പരിപാലോചനകൾ വന്നതാണ്. നിങ്ങളല്ലേ ഈ ചതിച്ച് തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഭാര്യനെ ചതിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 2 പേരും വിചാരിച്ചു, ഞങ്ങൾക്ക് ഇതിനൊരു മാറ്റം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കല്യാണം കഴിച്ച് ഒരു സ്ത്രീ വന്നാൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാണ്ടിരിക്കാനും, ഞങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാണ്ടിരിക്കാനും, നിങ്ങളായിട്ടുള്ള ബന്ധപ്പെടലിൽ ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് ഞങ്ങൾ 2 പേരും വിചാരിച്ചത് തെറ്റാണോ? ഞങ്ങളൊരു മാറ്റത്തിന് മനസ്സിനെ ഞങ്ങളൊന്ന് പാകപ്പെടുത്തിയെടുക്കാൻ നോക്കിയത് തെറ്റാണോ? അങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അത് സാധിക്കില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. നിങ്ങളായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടായി. അതെൻ്റെ തെറ്റാണോ? നിങ്ങളുടെ തെറ്റ് തന്നെയാണത്. നിങ്ങളിങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പാടില്ല. അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിൽ നിന്നെല്ലാം കൗൺസിലിംഗ് കൊടുത്ത് എല്ലാം ഓക്കെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളെ പോലെയുള്ള ഒരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്താടുക നിങ്ങൾ ചെയ്യുന്നത്. ഈ സ്ത്രീ കൊണ്ട് ഒരുപാട് പിന്നെ വെച്ചു. ഇയാൾ സ്ത്രീ പറഞ്ഞു, എനിക്ക് വിവാഹമോചനം എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഞാനൊരു വേറൊരു 10 കൊല്ലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞു. ആ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വേറൊരു പുരുഷൻ്റെ കൂടെ കഴിയുക. അതുപോലെ തന്നെ എനിക്ക് ഒരു കുട്ടികളുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നല്ലെങ്കിൽ ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ശരിയാവണേ ഇല്ല. നിങ്ങളെന്നെ ചതിച്ചു, വഞ്ചിച്ചു. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഞാൻ തരും. ആ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്ത് ശിക്ഷ നീ തന്നോ ഞാനത് ശിരസാ വഹിക്കാൻ ഞാൻ സ്വമേധയാ തയ്യാറാണ്. ഞാനാണ് നിന്നോട് തെറ്റ് ചെയ്തത്, അതെനിക്ക് മനസ്സിലായി. നീ നിനക്ക് എന്ത് പണിഷ്മെൻറ്റ് വേണമെങ്കിലും എനിക്ക് തന്നോളാൻ പറഞ്ഞു. ഞാൻ ഇന്ന വരെ വേറൊരു പുരുഷൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞിട്ടില്ല. വേറെ പുരുഷനായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു ബെഡും ഷെയർ ചെയ്തില്ല. വേറെ പുരുഷൻ്റെ മധുരം എന്താണെന്ന് ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഓഫീസിലെ ഓഫീസർ പല പ്രാവശ്യം എന്നെ സമീപിച്ചിട്ട് ഞാൻ ഒരു കാരണവശാലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആ ഓഫീസറെ ഞാൻ തഴയുക ചെയ്തത്. അതുകൊണ്ട് എന്തുണ്ടായി? എന്നെക്കാളും താഴെയുള്ള സ്ത്രീ തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നും ശമ്പളം കൂടുതലും മേടിച്ചു. അതൊരു സ്വകാര്യ സ്ഥാപനമാണ്. ആ ശമ്പളം കൂടുതൽ, അവർക്ക് പ്രമോഷൻ എല്ലാം കിട്ടി. എനിക്കിപ്പോഴും ഞാൻ ചാണക്കുഴിയിൽ കിടക്കുക. ഞാൻ കയറിയ സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. എന്താ കാരണം? അദ്ദേഹം എന്നെ പല പ്രാവശ്യം
ആവശ്യപ്പെട്ടു, എൻ്റെ ശരീരം ആവശ്യപ്പെട്ടു, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. നിങ്ങളോടുള്ള സ്നേഹത്തിന് കൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയായി ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ കഴിയാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് നാളെ കാലത്ത് ഞാനിതിപ്പോഴത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ വിളിക്കുന്നത് എൻ്റെ ഓഫീസർ വിളിച്ചിട്ട് അപ്പം തന്നെ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു മോഹം എന്നോട് എടുത്തുകൊണ്ട് പറഞ്ഞല്ലോ, ആ മോഹം അത് നടത്തി തരാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് നാളെ ഊട്ടിക്ക് പോകാം 2 പേർക്കും കൂടിയിട്ട്, 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആൾക്ക് വലിയ സന്തോഷം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, നിനക്ക് ശമ്പളം കൂടുതലാക്കാം, നിന്നെ പ്രൊമോഷൻ ഉണ്ടാക്കാം, എല്ലാവരേക്കാൾ ആ ഓഫീസിൽ എല്ലാവരേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നോടാണ്. എത്ര നാളായി ഞാൻ ഒന്ന് താ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല മനസ്സ് തോന്നിയല്ലോ എന്ന് പറഞ്ഞു. സാർ നാളെ ഞാൻ കാലത്ത് എത്താം. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ വണ്ടിയും കൊണ്ട് എവിടെയോ വരണേ വെച്ചാൽ ആ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തു. ഇവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സ്പീക്കറിട്ട് വാങ്ങി കേൾപ്പിച്ച് കൊടുത്തിട്ട് തന്നെ എന്നിട്ട് പറഞ്ഞു നാളെ കാലത്ത് ഞാൻ ഊട്ടിക്ക് പോവുക. നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇണേനെ, നിങ്ങളുടെ കൂട്ടുകാരനെ, നിങ്ങളുടെ സ്വവർഗരതിയുള്ള ആ പുരുഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം കൂടെ കഴിയാം. ഇനി ആ പുരുഷനും ഡൈവേഴ്സാണോ എന്ന് ചോദിച്ചു. അവനും ഡൈവേഴ്സിന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് കൂടെ 2 ദിവസം കഴിയാം. ഞാൻ 2 ദിവസം പോയിട്ടൊന്ന് ആഘോഷിക്കട്ടെ. എന്താണ് നിങ്ങളെ നിന്ന് കിട്ടിയ സുഖമൊന്നും എനിക്കൊന്നുമല്ല, പക്ഷെ അതിനേക്കാളും സുഖം വേറെ ആരെ കയ്യിലെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പരീക്ഷിക്കാമല്ലോ. ഒരു ജന്മമല്ലേ ഉള്ളൂ. ആ ജന്മം നമ്മൾ അറിയേണ്ടതെല്ലാം അറിയണം, സൂഹിക്കേണ്ടതെല്ലാം സൂഹിക്കണം. അപ്പോൾ താനാണ് എന്നെ ഈ വഴി തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. അന്ന് അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ ഇവൾക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു 2 ബെഡ്റൂമിലെ കിടന്നത്. നേരം വെളുത്ത് ഇവൾ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സുന്ദരിയായിട്ട് ഇവൾ ചെന്നു. അയാൾ പറഞ്ഞ സ്ഥലത്ത് കാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും കൂടി ഊട്ടിക്ക് പോയി. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷനായി. ഇവനോട് ടെൻഷനായിട്ട് ഇവൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ഡൈവോഴ്സിന് സമ്മതിച്ചിട്ടില്ല. ആ ഓഫീസറെ കൂടെ എന്നാൽ അവൾ ഊട്ടിക്ക് പോയേക്കുക. എന്നോടുള്ള റിവെഞ്ചാണത്. ആയിക്കോട്ടെ, നമുക്ക് വേണ്ടാത്ത സാധനം പിന്നെ എവിടെ പോയാലും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ഇങ്ങോട്ട് വാ, എനിക്ക് ആകെ തലയ്ക്ക് പിരി പിടിച്ചിരിക്കുക, നീ ഇങ്ങോട്ട് വാ, നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡൈവേഴ്സിന് തയ്യാറാന്ന് പറഞ്ഞൊരു ഒപ്പിട്ട് വന്നു എന്ന് പറഞ്ഞു. അവൾക്ക് അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് നമ്മൾ ബന്ധപ്പെടാണ്ടായിരുന്നപ്പോൾ അവളെ ഇത് പറയാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്. അതാണ് അവൾക്ക് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു. ഉടനടി കൂട്ടുകാരെന്താ വെച്ചാൽ നേരിട്ട് ഇവൻ്റെ അടുത്ത് വന്നു. ഇവരിവിടെ ആഘോഷിച്ചു. അവരവിടെ ഊട്ടിയിൽ ആഘോഷിച്ചു. അങ്ങനെ ഈ ഓഫീസറായിട്ട് അവൾ ശമ്പളം കൂടുതൽ കിട്ടി, അവൾക്ക് പ്രൊമോഷൻ കിട്ടി. അവൾ ഈ ഓഫീസിൻ്റെ പറഞ്ഞ സ്ഥലത്തേക്ക് അവൾക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് തരുന്ന എൻ്റെ പണിഷ്മെൻറ്റ്. ഇനി ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അവൾ ബാംഗ്ലൂർക്കാണ് അവൾ സ്ഥലം മാറ്റം കിട്ടി പോയത്. അങ്ങനെ അവൾ ബാംഗ്ലൂർക്ക് പോയി. ഇവർ 2 പേരും 2 സ്ത്രീകളുടെ മനസ്സ്, 2 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവർ 2 പേരും വീണ്ടും ഇപ്പോൾ ഒരേപോലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഈ 2 സ്വവർഗരീതികൾ ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ സംഭവം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ 1 or 2 ബാക്കി പല സ്ഥലങ്ങളും എല്ലാം അറിയുന്നില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ലേക്കടിക്കാത്തവർ ലേക്കടിച്ചോളൂ. അതുപോലെ തന്നെ ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ പരിചയമുള്ള ആൾക്കാരുണ്ടാവും. ഇതുപോലെ ആയിക്കോട്ടെ, ഇതൊന്നും വലിയ തെറ്റായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ നമ്മളെ സമൂഹത്തിൽ സെക്സ് പലവർക്കും പല രീതിയിലാണ് ആസ്വാദനം. ആ രീതിയിൽ അവർ ആസ്വദിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ഒരു ജീവിതം എന്തിനു നിങ്ങൾ ഈ സെക്സ് ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നു? ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.